ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് സസ്പെൻഷന് ഒരു കൃത്യമായിട്ട് വർക്കിംഗ് സ്പീഡുണ്ടോ? അതായത് സസ്പെൻഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഏതൊരു സ്പീഡിലും സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ കൃത്യമായൊരു സ്പീഡിൽ മാത്രം സസ്പെൻഷൻ വർക്ക് ചെയ്യത്തുള്ളൂ? ഇങ്ങനൊരു സംശയം ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനം എപ്പോഴും സസ്പെൻഷൻ വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ ആ ഒരു വർക്കിംഗ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വാഹനം അധികം സ്പീഡ്, അതായത് ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ ഒരു 45 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ വർക്ക് ചെയ്യും. എന്നാൽ അതേ സ്ഥാനത്ത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ ഒരു 150 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു ഗട്ടർ വന്നാൽ പോലും ഈ ഒരു സസ്പെൻഷൻ വർക്ക് ചെയ്യില്ല. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഇമ്പാക്റ്റ് എടുക്കാൻ വേണ്ടിയുള്ളൊരു സമയം ശരിക്കും നമ്മുടെ ഷോക്ക് അബ്സോർബറിന് കിട്ടുന്നില്ല. അത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ അത്യാവശ്യം കൂടുതലുള്ള ഹമ്പുകൾ, അതായത് ഒരു ഹമ്പല്ല, ഒരു 3-4 ഹമ്പ് അടുപ്പിച്ചുള്ള ഭാഗത്ത് സ്പീഡ് കുറച്ച് പോകുമ്പോൾ വാഹനം ഒന്ന് ചാടി പക്ഷേ ഈ ഷോക്ക് വർക്ക് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. വർക്ക് ചെയ്ത് കയറി പോകുന്ന അറിയാൻ പറ്റും. എന്നാൽ അത്യാവശ്യം ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്നായിരിക്കും അതങ്ങ് പോകുന്നത്. പക്ഷേ ഷോക്ക് അബ്സോർവർ വർക്ക് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ വലിയ ഷോക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വാഹനം ചാടിപ്പോകുന്ന പോലെ പെട്ടെന്നങ്ങ് പോയി. അതേ സ്ഥാനത്ത് ഒരു 100 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 100 കിലോമീറ്റർ പ്ലസ് സ്പീഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ചിലപ്പോൾ അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയത്തില്ല. എന്തോ ഒരു ചെറിയൊരു സൗണ്ട് മാത്രം കേട്ടൊക്കെ പോകും. പക്ഷേ ഷോക്ക് വലിയ ഇതായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഷോക്ക് എടുക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സസ്പെൻഷൻ വർക്കിങ്ങിൻ്റെ ഒരു അനുഭവം പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യത്തില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കുറയുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കൂടുതലും താഴോട്ട് പതിപ്പിച്ച് വെക്കുന്നത് പോലെ അല്ല നമ്മുടെ വാഹനം ഓടുന്നത്. എന്നാൽ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന്, അതായത് ഒരു ബമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാട്ടമൊക്കെ വരുവാണെങ്കിൽ വാഹനം കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് അപ്പാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പലപ്പോഴും, അതായത് എല്ലാവർക്കും അറിയായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്, വാഹനത്തിന് താഴോട്ട് പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ താഴെ നിൽക്കുന്നതിൻ്റെ രീതി തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വളവൊക്കെ വീശുന്ന സമയത്ത്, നല്ല വളവ് വീശുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറച്ചിട്ട് വളവ് തിരിക്കാവുള്ളൂ എന്ന് എടുത്ത് പറയുന്നൊരു കാര്യം വേറൊന്നും കൊണ്ടല്ല. നല്ല സ്പീഡിൽ കൊണ്ടുപോയി തിരിക്കുകയാണെങ്കിൽ വാഹനം കറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് തെറിച്ച് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് സ്പീഡ് കൂടുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഷോക്കിലോട്ട് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല, നല്ല രീതിക്കുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിവതും നമ്മൾ മോശപ്പെട്ട വഴി കൂടെയൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് മോശമാണ് വഴി, ഒരു കാരണവശാലും കൂടുതൽ സ്പീഡ് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം നല്ല ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഷോക്കിന് കിട്ടുന്ന ഇമ്പാക്റ്റ് ചെറുതോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് കിട്ടും. അങ്ങനെ നല്ല ഇമ്പാക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോക്ക് ബെൻഡോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ടയറിന് തേയ്മാനോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ഒരു ചെറിയ ഗട്ടറോ ബമ്പോ ഒക്കെ കാണുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറച്ച് ആ ഷോക്ക് വർക്ക് ചെയ്ത് തന്നെ കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്.